എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. അപ്പോൾ നമ്മളിന്ന് ചൊവ്വയുടെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വ്യാഴത്തിൻ്റെ രാശിമാറ്റം, ശനിയുടെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് വീഡിയോസിൽ പറയുന്നെങ്കിലും ചൊവ്വയുടെ കാരകധർമ്മം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് ചൊവ്വയുടെ രാശിമാറ്റം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വരുന്ന 2025 ഏപ്രിൽ മാസം 3-ാം തീയതി രാത്രി 1:30 AM എന്ന് പറയുന്ന സമയത്ത് ചൊവ്വ ഇപ്പോൾ നിൽക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് രാശിപ്പകർച്ച ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു കാര്യമാണ് പെട്ടെന്ന് പറയാൻ പോകുന്നത്. ചൊവ്വയെ കൊണ്ടാണ് നമ്മൾ കടബാധ്യതകളും ധനപരമായിട്ടുള്ള പുരോഗതിയും അതുപോലെ തന്നെ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള പുരോഗതി, തൊഴിലും ഒക്കെ ചിന്തിക്കുന്നത് കൂടുതലായിട്ടും ചൊവ്വയെ കൊണ്ടും കൂടിയാണ്. അപ്പോൾ ഇത് പ്രാധാന്യമുള്ള ഒരു മാറ്റമാണ് ചൊവ്വയുടെ. എല്ലാ ഗ്രഹങ്ങളുടെയും രാശി മാറ്റം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ ചൊവ്വയുടെ മാറ്റത്തിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസുകൾ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൊവ്വ ഒരു 60 ദിവസം, 57 ദിവസം, 63 ദിവസമൊക്കെ ഒരു രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ 2 മാസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത രാശിയിലേക്ക് മാറും. അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, തൊഴിൽപരമായിട്ടുള്ള പുരോഗതിയൊക്കെ ഇങ്ങനെ മാറി മാറി ആളുകൾക്ക് വരുന്നത് എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇനി പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ചൊവ്വയുടെ സ്വക്ഷേത്രം അതുപോലെ മൂലക്ഷേത്രം ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ചൊവ്വയുടെ വീട് എന്ന് വിചാരിക്കാം. അപ്പം മൂലക്ഷേത്രവും സ്വക്ഷേത്രവുമായിട്ടുള്ള 2 രാശികൾ, ഒന്ന് വൃശ്ചികവും ഒന്ന് മേടവുമാണ് ചൊവ്വയുടെ വീട് അല്ലെങ്കിൽ രാശി. അപ്പോൾ ഈ മേടത്തിൻ്റെ രാശിയുടെ അധിപനും വൃശ്ചികം രാശിയുടെ അധിപനുമായിട്ടുള്ള ചൊവ്വ ഇപ്പോൾ മിഥുനം രാശിയിൽ നിൽക്കുന്നു. അടുത്ത 3-4-2025 വെളുപ്പിന് 1:30 AM ചൊവ്വ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അടുത്തതായിട്ട് ചൊവ്വയുടെ നീചഭാവവും കർക്കിടക രാശിയാണ് ചൊവ്വയുടെ നീചഭാവം എന്ന് പറയുന്നത്. അതായത് ചൊവ്വയ്ക്ക് എല്ലാ രാശികളിലെയും ഏറ്റവും നീചഭാവം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹത്തിന് വൃദ്ധൻ്റെ ഭാവം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. രണ്ടാമത് അനിഷ്ടഭാവം കൂടി ആണ്. സമനായിട്ടുള്ള ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലേക്കാണ് മാറുന്നതെങ്കിൽ പോലും ചൊവ്വയ്ക്ക് നീചഭാവം കൂടിയാണ്, കർക്കിടകത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. ചൊവ്വയുടെ ഉച്ചരാശി എന്ന് പറയുന്നത് മകരൻ രാശിയാണ്. ചൊവ്വ ഉച്ചരാശിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ജനിച്ചിട്ടുള്ള ആളുകൾക്ക് ഉള്ള ഫലവും അതുപോലെ തന്നെ നീചഭാവത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലവും ഒക്കെയാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വരുന്ന 3-4-2025 1:30 AM ചൊവ്വ രാശി മാറുന്നുണ്ട്. ചൊവ്വയുടെ നീചഭാവം, ഉച്ചരാശി, ഇതെല്ലാം പറഞ്ഞു. ചൊവ്വയുടെ വീട് മേടവും വൃശ്ചികവുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ചൊവ്വയുടെ കാരകധർമ്മം എന്ന് പറയും. ചൊവ്വയെ ഏൽപ്പിച്ചിരിക്കുന്ന തൊഴിലുകൾ. അപ്പം ഭൂമിയുടെ കാരകൻ ആരാണെന്ന് ചോദിച്ചാൽ ചൊവ്വയാണ്. സഹോദരകാരകൻ, അഗ്നി, അതുപോലെ തന്നെ ശൗര്യത, യൂണിഫോമുള്ള തൊഴിലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ക്രയവിക്രയങ്ങൾ, കടബാധ്യതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൂടാതെ കുറച്ച് കാരകധർമ്മങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപാടുണ്ട്. സഹോദരൻ, സഹോദരി, ശരീരത്തിൻ്റെ ശക്തി, ശൗര്യം, പരാക്രമം, ധൈര്യം, താമസഗുണം, അതുപോലെ തന്നെ വഴക്കുകളിൽ ഏർപ്പെടുക, യുദ്ധത്തിൽ ഏർപ്പെടുക. അഗ്നി, അപകടം, മുറിവ്, എതിർപ്പുകളെ നേരിടാനുള്ള കഴിവ്, രക്തം, പട്ടാളം, കടം, ബാധ്യത, അതുപോലെ തന്നെ വൈദവ്യം, പരസ്ത്രീഗമനം, കാമാസക്തി, ഭൂമി, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, പാചകം, ഹോട്ടല്, യുക്തിവാദം, അവിശ്വാസം, ലഹരിയാസക്തി, മദ്യപാനം, അക്രമാസക്തം, അതുപോലെ തന്നെ അസ്വാഭാവിക ലൈംഗികത, അതുപോലെ വൈദ്യുതി, ഇതുപോലുള്ള ഒരു കാര്യങ്ങളുടെ ഒരു കാരകൻ കൂടിയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രഹം കൂടിയാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം. അപ്പോൾ ഈ ചൊവ്വ നീചഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കർക്കിടകൻ രാശിയിലുള്ള നക്ഷത്രങ്ങൾക്ക് അത് എങ്ങനെ ബാധിക്കുമെന്നും 12 ഭാവങ്ങളിലുള്ള ഓരോ നക്ഷത്രക്കാർക്കും ഇത് എപ്രകാരമായിരിക്കും ബാധിക്കുന്നതെന്നും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ആർക്കൊക്കെയാണ് വരുന്നതെന്നും അതിനാർക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഗുണകരമാകുമെന്നും ചൊവ്വയുടെ പ്രീതി കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങളുണ്ടാകുന്നതും പോകുന്നതെന്നാണ് ഇന്ന് പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രൻ ഏത് രാശിയിലാണോ നിങ്ങളുടെ ഗ്രഹനിലയിലുള്ളത് അതാണ് നിങ്ങളുടെ കൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചന്ദ്രൻ
ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് കരുതിയാൽ നിങ്ങളുടെ കൂറ് മേടക്കൂറാണ്. അതുപോലെ ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം ഇങ്ങനെ 12 രാശികളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് ഒരുപാട് നേരം പറയുന്നില്ല, നേരത്തെയുള്ള വീഡിയോയിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിനാൽ നിങ്ങളുടെ കൂറ് ഏതാണ് എന്നറിയണമെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കണം. കൂറുഫലത്തെ ആസ്പദമാക്കിയാണ് ചന്ദ്രൻ്റെ 1-ാം ഭാവം, 2-ാം ചൊവ്വയുടെ ഭാവങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ കർക്കിടക കൂറുകാർക്ക് പുണർദത്തിൽ കാല്, പൂയോ, ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. പുണർദത്തിൽ കാലും പൂയോ ആയില്യം നക്ഷത്രക്കാർക്ക് കർക്കിടക കൂറായിരിക്കും അവർക്കുള്ളത്. അവർക്ക് അവരുടെ ചൊവ്വ ഇങ്ങോട്ടാണ് വരാൻ പോകുന്നത്. അതായത് കർക്കിടക ലഗ്നത്തിലേക്ക്, കർക്കിടക കൂറിലേക്ക് ചൊവ്വയുടെ രാശിപ്രവേശം ഉണ്ടാകുന്നുണ്ട്. ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലേക്ക് ചൊവ്വയുടെ രാശിപ്രവേശം ഉണ്ടാകുന്നുണ്ട്. ചൊവ്വ നീചഫലദായകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നീചത്തിൽ നിൽക്കുമ്പോൾ വൃദ്ധൻ്റെ ഫലമായിരിക്കും ഉണ്ടാകുന്നത്. അതായത് ഫലശേഷി കുറയുകയും ദോഷ ദുരിതങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതുകൂടാതെ കർക്കിടക രാശിക്കാർക്ക് ഇപ്പോൾ ശനി മാറി നിൽക്കുന്ന സമയമാണ് എന്നുള്ളൊരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. അതുകൂടാതെ വ്യാഴം 11-ൽ നിൽക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ ഇത് പറയുന്നത്. മെയ് മാസം 15-ാം തീയതിയോടുകൂടി വ്യാഴം 12-ലോട്ട് പോകുന്നു എന്നൊരു ദോഷവും കൂടി പ്രധാനമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചൊവ്വ നീചഭാവത്തിൽ നിൽക്കുന്ന കർക്കിടക കൂറുകാർക്ക് പ്രധാനമായിട്ട് പല വിധത്തിലുള്ള തൊഴിൽ തടസ്സങ്ങൾ, അതുപോലെ തന്നെ ഉഷ്ണരോഗങ്ങൾ, അതുപോലെ തന്നെ അപകട ദുരിതങ്ങൾ, മുറിവ് ചതവുകൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ പറയുന്നുണ്ട്. ചൊവ്വയുടെ 7-ാം ഭാവത്തിലേക്കുള്ള മകരം ഉച്ചരാശിയിലേക്കുള്ള ദൃഷ്ടിയുടെ ഒരു ബലവും കൂടെ അവിടെ പറയുന്നുണ്ട്. അതുകൂടാതെ ബന്ധുക്ഷേത്രത്തിലാണെങ്കിലും വൃദ്ധ മൗഢ്യഭാവത്തിലാണെങ്കിൽ പോലും ചൊവ്വയ്ക്ക് ബലദാന ശേഷി കുറയത്തില്ല. ചൊവ്വ മംഗളകാരകൻ എന്നും കൂടിയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പം മംഗളകാരകനായിട്ടുള്ള ചൊവ്വ കൂടാതെ വേറൊരു കാര്യം പ്രധാനമായിട്ടുള്ളത്, ചൊവ്വ കർക്കിടക ലഗ്നക്കാർക്ക് യോഗകാരകനും കൂടിയാണ്. എല്ലാ യോഗങ്ങളുടെയും കാരകഗ്രഹം കൂടിയാണ് ചൊവ്വ നീചത്തിൽ നിന്നാൽ നേരത്തെ പറഞ്ഞതുപോലുള്ള ദുരിതങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് ഓജരാശി, യുഗ്മരാശി എന്ന് പറഞ്ഞ് രാശികളുണ്ട്. അപ്പം ഇത് യുഗ്മരാശി എന്ന് പറയും. യുഗ്മരാശി എന്ന് വെച്ചാൽ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള ദുരിതങ്ങൾ അനുഭവത്തിൽ വരികയാണെങ്കിൽ തൊഴിൽ തടസ്സങ്ങളോ, അതുപോലെ തന്നെ മുറിവ് ചതവുകളോ, ആപത്തുകളോ, ധനനഷ്ടങ്ങളോ, കടബാധ്യതയൊക്കെ കൂടി വരികയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക, കുരുതി പുഷ്പാഞ്ജലി നടത്തുക, കുടുംബദേവതാ ക്ഷേത്ര ദർശനം നടത്തിയൊക്കെ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ കർക്കിടകത്തിലേക്കുള്ള ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ടുള്ള ദോഷങ്ങളെ പരിഹരിക്കാൻ പറ്റും. ചൊവ്വ മംഗളകാരകൻ കൂടിയാണ്. ചൊവ്വ പക്ഷേ നീചത്തിലായതുകൊണ്ട് കർക്കിടക ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ടാണ് പറയുന്നത്. അതുകൂടാതെ യോഗകാരകത്വം ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് യോഗകാരകത്വം 1, 2, 3, 4, 5-ാം ഭാവാധിപത്യവും അതുപോലെ തന്നെ 10-ാം ഭാവാധിപത്യവും ഉള്ള കർക്കിടക ലഗ്നക്കാർക്ക് ചൊവ്വ എവിടെ നിന്നാലും, അതുപോലെ തന്നെ ചിങ്ങൻ രാശിക്കാർക്കും അങ്ങനെ തന്നെയാണ്. യോഗകാരകനാണ് ചൊവ്വ. അപ്പം ചന്ദ്രൻ്റെ രാശിയായിട്ടുള്ള കർക്കിടക ലഗ്നത്തിൽ ചൊവ്വ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞതുപോലെ ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ പോലും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് യുഗ്മരാശി ആയതുകൊണ്ട്, സ്ത്രീരാശി ആയതുകൊണ്ട് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. അപ്പോൾ ഇവർക്ക് 1, 2, 3, 4, 5-ാം ഭാവത്തിൻ്റെയും 10-ാം ഭാവത്തിൻ്റെയും അധിപനാണ് ചൊവ്വ. അപ്പം 5-ാം ഭാവം കൊണ്ട് നമ്മൾ മനസ്സ്, അതുപോലെ തന്നെ സന്താനം, പുത്രൻ, ബുദ്ധി, മനോദുരിതം, അർത്ഥനാശം, അതായത് ധനനഷ്ട യോഗങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിനുള്ള പ്രതിവിധിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലുള്ള വഴിപാടുകൾ, പൂജകളൊക്കെ ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ കർമ്മഭാവം 10-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പം കർമ്മപരമായിട്ടുള്ള തടസ്സങ്ങൾ പ്രധാനമായിട്ട് വരുന്നത് പാചക ജോലികൾ ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ഭൂമിയുമായിട്ട് ക്രയവിക്രയമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്, ബിൽഡിംഗ് വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക്, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടും അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ജോലി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും കുറച്ച് ദുരിതം വരുന്ന ഒരു ഭാവമാണെന്നാണ് പറയുന്നത്. അപ്പം ഉറപ്പായിട്ടും ഭദ്രകാളി ദേവി ഭജനം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും വിട്ടൊഴിഞ്ഞു മാറും. അടുത്തതായിട്ട് നമ്മൾ ചിങ്ങ കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. ചിങ്ങത്തിലുള്ളത് മകം, പൂര, ഉത്തരത്തിൽ കാല് നക്ഷത്രക്കാരാണ് ചിങ്ങത്തിലുള്ളത്. നിങ്ങൾക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. അപ്പോൾ നമ്മൾ ചന്ദ്രനെ ആസ്പദമാക്കിയാണ് ജ്യോതിഷന്മാർ എല്ലാവരും ഫലം പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂറുകളുടെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നക്ഷത്ര ഫലങ്ങളാണ് പറയുന്നത്. ചിങ്ങ
കൂറുകാർക്ക്, ചന്ദ്രൻ ഇവിടെ വരുന്ന ചിങ്ങക്കൂറുകാരായിട്ടുള്ള മകം പൂര ഉത്തരത്തിൽ കാലുകാർക്ക് ചൊവ്വ 12-ലാണ് നിൽക്കുന്നത്. ചൊവ്വ 12-ൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരൊക്കെയാണെന്ന് നോക്കണം. 1, 2, 3, 4-ാം ഭാവത്തിൻ്റെ അധിപനും 9-ാം ഭാവത്തിൻ്റെ അധിപനുമാണ്. ഭാഗ്യത്തിൻ്റെ അധിപനും ധനത്തിൻ്റെ അധിപനുമായിട്ടുള്ള ചൊവ്വ 12-ലോട്ട് വരുമ്പോൾ 12-ാം ഭാവം എപ്പോഴും നഷ്ടഭാവത്തെ കൊണ്ട് ചിന്തിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യോഗകാരകനായിട്ടുള്ള ചൊവ്വ 12-ാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് ഗൃഹനഷ്ടം, ഭാഗ്യനഷ്ടം. അപ്പം ഗൃഹനഷ്ടം എന്ന് പറഞ്ഞാൽ വീട് പോകുന്നല്ല അതിൻ്റെ അർത്ഥം. ഗൃഹത്തിൽ പലവിധത്തിലുള്ള ദുരിതങ്ങൾ, അനർത്ഥങ്ങൾ, ധനനഷ്ടങ്ങൾ, ഭാഗ്യ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ചൊവ്വ 12-ൽ വരുമ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും ചൊവ്വ നേരത്തെ പറഞ്ഞതുപോലെ കർക്കിടകക്കാർക്കും ചിങ്ങക്കാർക്കും യോഗകാരകൻ കൂടിയാണ് ചൊവ്വ. ചൊവ്വ എവിടെ നിന്നാലും ദോഷമില്ലെന്നും കൂടി പറയണം. പക്ഷേ ചൊവ്വയുടെ നീചഭാവമായിട്ടുള്ള 12-ലേക്കുള്ള മാറ്റം കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ദുരിതങ്ങളെയും കൂടി കാണണം. അപ്പം ചിങ്ങരാശി ലഗ്നക്കാർക്ക്, ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വ 12-ൽ വരുമ്പോഴുള്ള ദുരിതങ്ങൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ധനനഷ്ടം, അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവർക്ക്, ഈ സർക്കാർ ജോലിക്കാരായിട്ടുള്ളവർക്കൊക്കെ ദുരിതങ്ങളുണ്ടാകാനും, അതുപോലെ തന്നെ പലവിധത്തിലുള്ള തടസ്സങ്ങളും പരാജയങ്ങളും, അതുപോലെ തന്നെ സ്വദേശം വിട്ട് വിദേശത്തൊക്കെ പോകാൻ നിൽക്കുന്നവർക്കൊക്കെ ഒരു തടസ്സങ്ങളുമൊക്കെ 12-ാം ഭാവത്തിൽ ചിങ്ങക്കൂറുകാർക്ക് നിൽക്കുന്നവർക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഓജരാശി ആയതുകൊണ്ട് സുബ്രഹ്മണ്യന് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്, നിങ്ങൾക്കൊരു 30 വയസ്സുള്ള ഒരാളാണ് ഇത് കേൾക്കുന്നതെന്ന് വിചാരിച്ചാൽ 31 നാരങ്ങയുടെ ഒരു മാല സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ അത്രയും രൂപ കിഴിപ്പണമായിട്ട് 31 രൂപ, എത്ര നാരങ്ങ എടുക്കുന്നോ അത്രയും കൂടെ കിഴിപ്പണം എടുത്ത് ഒരു പട്ടിനകത്ത് കെട്ടി, ചുമന്ന പട്ടിനകത്ത് വെച്ച് കെട്ടിക്കൊണ്ട് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പഞ്ചാമൃതാഭിഷേകം, മാല ചാർത്തിക്കൊണ്ട് നെയ്വിളക്ക് കത്തിച്ച് പുഷ്പാഞ്ജലി സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ചൊവ്വ 12-ൽ നിൽക്കുന്നതിൻ്റെ ദോഷം വിട്ടൊഴിഞ്ഞു മാറും. ഭാഗ്യ തടസ്സങ്ങളുള്ളത് മാറിക്കിട്ടും. ഗൃഹത്തിലുള്ള ദുരിതങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ചൊവ്വ മംഗളകാരകനും യോഗകാരകനും കൂടി ആണ്. അപ്പം ദോഷഫലത്തിൽ അനുഭവിക്കാൻ വരുവാണെങ്കിൽ മാത്രം 12-ൽ നിൽക്കുന്നതിൻ്റെ ദോഷം വിട്ടൊഴിഞ്ഞ് മാറുന്നതിന് വേണ്ടി മാത്രം നമ്മൾ ആ വഴിപാടുകൾ ചെയ്താൽ മതി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ പറയുന്ന പോലെ ചൊവ്വയുടെ ദോഷപരിഹാരങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കന്നിക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. ചൊവ്വ നിങ്ങൾക്ക് ആരാണെന്ന് ആദ്യം നോക്കണം. നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു വീട് ഇതാണ്, ചൊവ്വയുടെ വീട് ഇതാണ്, ഇത് രണ്ടുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അഷ്ടമാധിപനും 3-ാം ഭാവാധിപനുമാണ്. അഷ്ടമഭാവത്തെ കൊണ്ട് നഷ്ടത്തെ ചിന്തിക്കണമെന്നും 3-ാം ഭാവത്തെ കൊണ്ട് നമ്മുടെ കുടുംബം സഹോദര ഭാവം ചിന്തിക്കണമെന്നുമാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പം ചൊവ്വ നിങ്ങൾക്ക് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ് വരുന്നതെന്നും കൂടി ആലോചിക്കണം. ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്തിരേരയും കന്നിക്കൂറുകാർക്ക്, ചന്ദ്രൻ ഇവിടെ ഈ കുളത്തിലുള്ളവർക്ക് ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്തിരേര കന്നിക്കൂറുകാർക്ക് ചൊവ്വ 11-ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. അപ്പം ലാഭസ്ഥാനത്തേക്ക് മാറുന്നു ആര്? അഷ്ടമാധിപൻ 11-ാം ഭാവത്തിലേക്ക് മാറുന്നു. 3-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 11-ാം ഭാവത്തിലേക്ക് മാറുന്നു. അപ്പം ചൊവ്വ 11-ാം ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ സർവ്വ പ്രവർത്തനങ്ങളിൽ നിന്നും ധനലാഭം ഉണ്ടാകുമെന്നാണ് കന്നിക്കൂറുകാർക്ക് പറയുന്നത്. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നോ അവിടുന്ന് ധനലാഭം ഉണ്ടാകും എന്ന് പറയുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുമെന്നും സമ്പത്ത് ഉണ്ടാകുമെന്നും കീർത്തി ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നും ഭൂമിലാഭം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കുകാരും അതുപോലെ തന്നെ അഗ്നിയുമായി ബന്ധപ്പെട്ടുള്ള വെൽഡിംഗ് വർക്കുകാർ, പാചക തൊഴിലാളികൾ പോലുള്ള തൊഴിലാളികൾക്ക് ഏറ്റവും അധികം ഉത്തമമാണെന്നും കന്നിക്കൂറുകാർക്ക് ഫലസിദ്ധി പറയുന്നുണ്ട്. നിങ്ങൾക്ക് അഷ്ടമാധിപൻ കൂടി ആയതുകൊണ്ട് ഇത് യുഗ്മരാശിയും കൂടി ആയതുകൊണ്ട് നിങ്ങളുടെ ദോഷപരിഹാരമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലാണ് ചൊവ്വയ്ക്ക് നമ്മൾ യുഗ്മരാശിയിൽ വന്നാൽ പരിഹാരം ചെയ്യേണ്ടത്. ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ചുമന്ന പട്ട് സമർപ്പിച്ച് ചുമന്ന പൂവിൻ്റെ മാല ചാർത്തിക്കൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് നമുക്ക് രക്തപുഷ്പാഞ്ജലി വഴിപാട്, കുരുതി പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള പുഷ്പാഞ്ജലികൾ സമർപ്പിച്ച് അതുപോലെ തന്നെ കുങ്കുമ അർച്ചനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് തുലാക്കൂറിൻ്റെ ഒരു ഫലമാണ്. നിങ്ങൾ ആരാണ് ചൊവ്വയെന്ന് ആദ്യം നോക്കണം. ചൊവ്വ നിങ്ങൾക്ക് 2-ാം ഭാവാധിപനും ധനത്തിൻ്റെ ആളും 7-ാം ഭാവാധിപനുമാണ്. അപ്പോൾ 7-ാം ഭാവത്തിന് അധിപനായിട്ടുള്ള ചൊവ്വയും 2-ാം ഭാവം ധനത്തിൻ്റെ അധിപനുമായിട്ടുള്ള ചൊവ്വ നിങ്ങൾക്ക് വരുന്നത് കർമ്മഭാവത്തിലേക്കാണ്. കർമ്മഭാവത്തിൽ നീചനാണെങ്കിൽ പോലും നിങ്ങളത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കർമ്മ പുരോഗതി ഉണ്ടാകുമെന്നും തൊഴിൽപരമായിട്ടുള്ള മെച്ചം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ നമുക്ക് ചൊവ്വയുടെ കാരകധർമ്മമായിട്ട് പറയുന്ന എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും സഹോദര ഗുണങ്ങളുണ്ടാകുമെന്നും സഹോദരീ ഭാഗത്തു നിന്നുള്ള ഗുണങ്ങളുണ്ടാകുമെന്നും ഭൂമിലാഭം ഉണ്ടാകുമെന്നും ഐശ്വര്യം ഉണ്ടാകുമെന്നും കടബാധ്യതകൾ വിട്ടൊഴിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുണകരമായിട്ടുള്ള കാര്യം ഉണ്ടാകുമെന്നും കർമ്മത്തിൽ പുരോഗതി പ്രൊമോഷനൊക്കെ ഉണ്ടാകുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2-ാം ഭാവാധിപത്യവും 7-ാം ഭാവാധിപത്യവും വഹിച്ചിട്ടുള്ള ചൊവ്വ കർമ്മഭാവത്തിൽ വരുമ്പോഴത്തേക്കിനും നിങ്ങൾ ചെയ്യേണ്ട വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നേരത്തെ പറഞ്ഞിട്ടുള്ള നിങ്ങൾ ഓജരാശിക്കാരാണ്, ഓജം യുഗ്മം ഓജരാശിക്കാർ. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം അഭിഷേകം നടത്തുക, അതുപോലെ തന്നെ നാഗദൈവ പ്രീതി വരുത്തുക, അതുപോലെ തന്നെ ശിവഷ് ഭഗവാന് രുദ്രസൂക്ത മന്ത്രാർച്ചനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തുലാക്കൂറിലുള്ള നക്ഷത്രക്കാരായിട്ടുള്ള ചിത്തിരേരയും ചോതിയും വിശാഖത്തിൽ മുക്കാൽ ചന്ദ്രൻ ഇവിടെ വരുന്ന നക്ഷത്രക്കാർ ഈ പറയുന്ന വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർമ്മപുരോഗതി ഐശ്വര്യം ഉണ്ടാവുകയും ദാമ്പത്യ ദോഷങ്ങളൊക്കെ ഉള്ളത് വിട്ടൊഴിഞ്ഞു മാറുകയും ചെയ്യുമെന്നും ധനപുരോഗതി ഉണ്ടാകുമെന്നും കടബാധ്യത വിട്ടൊഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഭാവം ഉണ്ടാകുമെന്നാണ് കാണുന്നത്. ഇപ്പോൾ കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം രാശിക്കാരുടെ ഫലം പറഞ്ഞു. വൃശ്ചികൻ രാശിയുടെ ഫലം പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് മേടം, ഇടവം, മിഥുനം രാശിക്കാരുടെ ഫലം കൂടി പറയാനുണ്ട്. കാരണം വൃശ്ചികത്തിൻ്റെ കാര്യം ഇച്ചിരി പ്രധാനമായിട്ട് പറയാനുണ്ട്. മേടക്കൂറുകാർക്കായിട്ടുള്ള മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ചൊവ്വ ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. അവർക്ക് അഷ്ടമാധിപനും ലഗ്നാധിപനും കൂടിയാണ്, ചന്ദ്രലഗ്നാധിപനും അഷ്ടമാധിപനും കൂടിയാണ്. അതുപോലെ മേടക്കൂറുകാർക്ക് ചൊവ്വ ഏത് രാശിയിൽ നിന്നാലും നേരത്തെ പറഞ്ഞതുപോലെ അഷ്ടമാധിപത്യം വഹിക്കുന്നുണ്ടെങ്കിൽ പോലും ദോഷമില്ല എന്നുള്ളതാണ് പ്രാധാന്യം. കാരണം മേടക്കൂറിൻ്റെ അധിപനും കൂടിയാണ് ചൊവ്വ. അപ്പോൾ പ്രധാനമായിട്ട് 4-ാം ഭാവത്തിലേക്കാണ് മേടക്കൂറുകാർക്ക്, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ മാറ്റം. നീചനാണെങ്കിലും നീചഭാവത്തിലാണെങ്കിലും അത് നോക്കേണ്ട ആവശ്യമില്ല. 4-ാം ഭാവം കൊണ്ട് പറയുന്ന ഗുണം അവർക്കുണ്ടാകും. അവർക്കുണ്ടാകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദോഷമായിട്ട് കാണിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനഭ്രംശം ഉണ്ടാകും. അതുപോലെ തന്നെ ബന്ധുജനങ്ങളുടെ വിയോഗം ഉണ്ടാകാനും, മാതാവിന് ദുരിതങ്ങൾ ഉണ്ടാകാനും, ഗൃഹത്തിൽ കലഹങ്ങൾ ഉണ്ടാകാനും, വാഹനം കൊണ്ടുള്ള അപകട കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ദോഷം പറയുന്നുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഷ്ടമാധിപത്യവും വഹിച്ച് നീചഭാവത്തിൽ നിൽക്കുന്ന സമയത്താണ് അങ്ങനൊരു സാധ്യത പറയുന്നത്. അപ്പം ഈ രാശി വിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപൂർവമായിട്ടുള്ള ഭാഗ്യ നേട്ടങ്ങളാണ് പിന്നെ വരാൻ പോകുന്നത് 63 ദിവസം വരെയുള്ളത്. അപ്പോൾ 63 ദിവസം വരുന്ന 3-4-2025 മുതൽ 2 മാസക്കാലത്തേക്ക് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് കുറച്ച് ദോഷമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാശിപ്രകാരം പറയാനുള്ളത്. ഒന്നാമത് നീചഭാവം, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഗ്നാധിപനും അഷ്ടമാധിപനും കൂടിയാണ് നീചഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പറയുന്ന ആ കാലഘട്ടം നമുക്ക് ദുരിതങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രൻ്റെ യുഗ്മരാശിയായതുകൊണ്ട് ഭദ്രകാളി ദേവി പ്രീതി വരുത്തുക, കുലദേവതാ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുക, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് മാല ചാർത്തി പ്രാർത്ഥന ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വയുടെ ഒരു ബലം വരുന്ന ഒരു രാശിയും കൂടിയാണ്, ശനിയുടെ ഒരു ബലം കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക, കുങ്കുമാർച്ചന ചെയ്യുക, അതുപോലെ തന്നെ നെയ്വിളക്ക് കത്തിക്കുക, അതുപോലെ തന്നെ പഴനി ക്ഷേത്രങ്ങളിലൊക്കെ ദർശനമൊക്കെ നടത്താൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാസം കൂടിയാണ്. സുബ്രഹ്മണ്യ പ്രാർത്ഥനയൊക്കെ നടത്താൻ പറ്റുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ്. ഭദ്രകാളിക്കും സുബ്രഹ്മണ്യനും കൂടി ചേർത്ത് വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കുള്ള ദോഷം വിട്ടൊഴിഞ്ഞു മാറും. കുറച്ച് ദോഷഭാവത്തിലാണ് നിൽക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇടവക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. ഇടവക്കൂറുകാർക്ക് 7-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനുമാണ്. 7-ാം ഭാവം കൊണ്ട് ഭാര്യ കുടുംബസ്ഥാനം ചിന്തിക്കണമെന്നും, അതുപോലെ തന്നെ പുത്രസ്ഥാനം ചിന്തിക്കണമെന്നും, അതുപോലെ തന്നെ 7-ാം ഭാവത്തെ കൊണ്ട് ദാമ്പത്യ പ്രശ്നങ്ങളെ ചിന്തിക്കണമെന്നും, സർവ്വകാര്യ പരാജയങ്ങളും രോഗാഷ്ടതകളും ചിന്തിക്കണമെന്നും, 12-ാം ഭാവത്തെ കൊണ്ട് നഷ്ടകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്നുമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ട് സഹോദര സ്ഥാനത്തോട്ടേക്കാണ് വരുന്നത്. സഹോദര സ്ഥാനത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നീചഭാവസ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ ബന്ധുജന കലഹങ്ങൾ, സഹോദര കലഹങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാധ്യത അവിടെ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ തർക്കങ്ങൾ, കേസ് വഴക്കുകളൊക്കെ വരാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. അപ്പോൾ ചൊവ്വ നീചഭാവത്തിലേക്ക് കടക്കുന്ന ഒരു ഭാവം ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ 3-ാം ഭാവത്തിൽ ചൊവ്വ വരുന്നത് എപ്പോഴും നല്ലതാണെന്നും, അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് മെച്ചമാണെന്നും, അഗ്നിയും അതുപോലെ തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലതാണെന്നും പറയുന്നുണ്ട്. എങ്കിലും ദോഷഭാവം പറയാതിരിക്കാൻ പറ്റത്തില്ല. പ്രധാനമായിട്ട് നീചഭാവത്തിലോട്ട് മാറുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം പറയേണ്ടതായിട്ട് വരുന്നത്. വേറെ ഏത് ഭാവത്തിലോട്ടാണ് ചൊവ്വയുടെ മാറ്റമെങ്കിലും ഇങ്ങനൊരു കാര്യം പറയത്തില്ല. അപ്പോൾ നീചഭാവത്തിൽ വരുമ്പോൾ നമ്മളതിൻ്റെ നീചഭാവത്തിൻ്റെ ഫലവും കൂടി പറയാതെ മുന്നോട്ട് പോകാനൊക്കത്തില്ല. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ചില പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. ശനിയുടെ രാശിമാറ്റം കൊണ്ടും വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ടും ഒരുപാട് പോസിറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്നൊരു ചെറിയ ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. അതുകൂടാതെ തന്നെ നമുക്ക് നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഓജം യുഗ്മരാശി ആയതുകൊണ്ട് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് പോയിട്ട് അവിടെ ചുമന്ന പൂക്കളും കുങ്കുമവും ചേർത്തുകൊണ്ട് കുങ്കുമാർച്ചന ചെയ്യുക.
ഗുരുതി പുഷ്പാഞ്ജലി വഴിപാടുകൾ ചെയ്യുക, കടുംപായസം നിവേദ്യം നടത്തുക, ചുമന്ന പൂക്കളിൻ്റെ മാല ചാർത്തി പ്രാർത്ഥിക്കുക, നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുക, കടുംപായസം നടത്താൻ നേരത്തെ പറഞ്ഞു. അതുപോലുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇടവക്കൂറുകാർക്ക് 3-ാം ഭാവത്തിലേക്ക് വരുന്നതിൻ്റെ ദോഷം മാറി കിട്ടും. ഇനി അടുത്തതായിട്ട് മിഥുനക്കൂറുകാർക്ക് പ്രധാനമായിട്ട് ചൊവ്വ 2-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. 6-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനുമാണ്. 11-ാം ഭാവത്തിന് മാരകസ്ഥാനത്തിൻ്റെയും ഒരു വിഷയമുണ്ട്. ലാഭാധിപനാണ് എങ്കിൽ പോലും മാരകസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാനം വരുന്നുണ്ട്. അതുപോലെ തന്നെ 6-ാം ഭാവം ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ വർദ്ധിക്കുന്നതിനും രോഗാരിഷ്ടതകളുള്ളത് വർദ്ധിക്കുന്നതിനൊക്കെയുള്ള സ്ഥാനമാണെന്നാണ് ഇവിടെ നോക്കിയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ശത്രുക്കളുടെ ഭാവം ദോഷമുണ്ടാകുമെന്നും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകുമെന്നും ഭൂസ്വത്തുകളിൽ നിന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകുമെന്നും അതുപോലെ തന്നെ സർവ്വകാര്യങ്ങളിലും ഇച്ചിരി തടസ്സങ്ങളുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ 2-ാം ഭാവത്തിൽ ചൊവ്വ 6-ാം ഭാവാധിപത്യം വഹിച്ച് ചൊവ്വ വരുന്നതുകൊണ്ട്, അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, മിഥുനം, കന്നി, തുലാം, മകരം, കുംഭം, കർക്കിടകം ഇത്രയും രാശിക്കാർക്ക് ചൊവ്വ ദോഷഫലദായകൻ കൂടിയാണ്. അപ്പോൾ മിഥുനക്കാർക്ക് പൊതുവേ ദോഷഫലദായകൻ കൂടിയാണ് ചൊവ്വ 2-ാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ശത്രുക്കളുടെ ഉപദ്രവം, ധനതടസ്സം, കടബാധ്യത വിട്ടൊഴിഞ്ഞു മാറുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. 11-ാം ഭാവാധിപനായതുകൊണ്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ചെറിയ ലാഭ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ മിഥുനക്കൂറുകാരായിട്ടുള്ളത് ഓജം, യുഗ്മം, ഓജരാശിക്കാരായിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി പഞ്ചാമൃതം നിവേദിച്ച് പാൽപ്പായസ നിവേദ്യമൊക്കെ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ ചെയ്യുകയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ചൊവ്വയുടെ സ്തോത്രമുണ്ട്. ഓം ധരണി ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമിഹം എന്ന് പറയുന്ന സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയുടെ 2-ാം ഭാവത്തിലേക്കോട്ടുള്ള ധനസ്ഥാനത്തേക്കോട്ടുള്ള വരവിനെ നമുക്ക് ചെറിയ ഒരു പരിഹാരമാക്കി മാറ്റാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മിഥുനക്കാർക്ക് പറയാനുള്ളത്. അപ്പം മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം രാശി വരെയുള്ള ഫലം പറഞ്ഞു. ഇനി പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വൃശ്ചിക കൂറുകാർക്കാണ്. നേരത്തെ പറഞ്ഞു വൃശ്ചികം ചൊവ്വയുടെ മൂലക്ഷേത്രമാണ്. അപ്പം പ്രധാനമായിട്ടും 6-ാം ഭാവാധിപനും ലഗ്നാധിപനും കൂടിയാണ്. 6-ാം ഭാവാധിപത്യമുണ്ട്, ലഗ്നാധിപത്യമുണ്ട്, ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത്, 9-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. എങ്ങനെയാണ്? നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണ് നിൽക്കുന്നത്. വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വൃശ്ചിക കൂറുകാരുടെ ഫലമാണ് നമ്മളിപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് ചൊവ്വ ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത്, നീചഭാവത്തിലേക്കാണ് ചൊവ്വ ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത്. അപ്പോൾ 9-ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകുന്നത് ദുരിതങ്ങളായിട്ടുള്ളത് സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതും, സ്ഥാനഭ്രംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രധാനമായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തുനിന്നും നമുക്ക് അനിഷ്ടഭാവത്തേക്ക് 2 മാസത്തേക്കൊക്കെ ചിലപ്പോൾ സ്ഥലം മാറ്റം വരും. ചിലപ്പോൾ ഈ 2 മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ വിഷമിക്കേണ്ട കാര്യമില്ല. സ്ഥാനഭ്രംശം ഉണ്ടാകാനുള്ളതും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾക്കും അപമാനിതനാകുന്നതിനുമൊക്കെയുള്ള ഒരു സാധ്യതയുള്ളതായിട്ടും 9-ാം ഭാവത്തിലേക്കുള്ള വരവ് കാരണം നമുക്ക് ഈശ്വരാധീനത്തിന് കുറവുണ്ടാകാനും അതുപോലെ തന്നെ ഭയം ഉണ്ടാകുന്നതിനൊക്കെയുള്ള സാധ്യത പറയുന്നുണ്ട്. ദോഷമായിട്ടാണിത് പറയുന്നത്. പക്ഷേ വൃശ്ചിക കൂറുകാർക്ക് മൂലക്ഷേത്രാധിപനും സ്വക്ഷേത്ര ബലവാദിനാധിപനും ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനവിനും കൂടിയുള്ള ഒരു ചാൻസും കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭാഗ്യസൂക്ത മന്ത്ര അർച്ചനയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ട രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രാശി ഓജം, ഇത് ഓജരാശിയാണ്. ഓജം, യുഗ്മം, ഓജം യുഗ്മരാശി. ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ചുമന്ന പൂക്കൾ, കടുംതെറ്റി പൂക്കൾ കൊണ്ട് ഭാഗ്യസൂക്ത മന്ത്ര അർച്ചന നടത്തിക്കൊണ്ട് കിഴിപ്പണം സമർപ്പിച്ച് കുടുംബദേവതാ ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉത്തമമായിരിക്കും. ചൊവ്വയ്ക്കും സുബ്രഹ്മണ്യ ഭഗവാനും വഴിപാടുകൾ ചെയ്യുന്നതാണ് നമുക്ക് ചൊവ്വ എപ്പോഴും ദോഷസ്ഥാനത്തേക്ക് വരുമ്പോൾ ചെയ്യേണ്ട വഴിപാടുകളായിട്ട് പറയുന്നത്. അടുത്തതായിട്ട് ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാട, ഉത്തരാടക്കാലുകാർക്ക് ചൊവ്വ ആദ്യം ആരാണെന്ന് കണ്ടെത്തണം. നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 12-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനുമാണ്. 5 കൊണ്ട് ചിന്തിക്കേണ്ട ഭാവം എന്ന് പറയുന്നത് പുത്രന്മാരെ ചിന്തിക്കണമെന്നും മനസ്സിനെ ചിന്തിക്കണമെന്നും ധനത്തെ ചിന്തിക്കണമെന്നുമാണ് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്ന ഭാവം പറയുന്നത്. 12-ാം ഭാവാധിപത്യം കൂടി വഹിച്ചതുകൊണ്ട് പുത്രന്മാരൊക്കെ
ദൂരസ്ഥലത്തേക്ക് പോകും, അവർക്ക് ഉയർച്ച ഉണ്ടാകുമെങ്കിലും പുത്രന്മാരുടെ വിയോഗത്തിൻ്റെ ഒരു വിഷമം ഭാവം അവിടെ പറയുന്നുണ്ട്. 12ാം ഭാവാധിപത്യയുടെ വഹിച്ചതുകൊണ്ട്, അതുകൂടാതെ ധനുക്കൂറിൻ്റെ ഫലമാണല്ലോ പറയുന്നത്. 12ാം ഭാവാധിപത്യവും 5ാം ഭാവാധിപത്യവും മനസ്സിന് ഒരു വിഷമതകൾ, കാരണം അഷ്ടമത്തിലേക്കാണ് ധനുക്കൂറുകാർക്ക് മാറ്റം വരുന്നത്. ചൊവ്വ 5ാം ഭാവാധിപതി അഷ്ടമഭാവത്തിലേക്ക് മാറുമ്പോൾ പുത്രന്മാരും പുത്രന്മാർക്കുമൊക്കെ വിദേശയാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുമെങ്കിലും അവരുടെ വിയോഗം നമുക്കൊരു ചെറിയ വിഷമം ഉണ്ടാകുന്ന, ഒരു ദൂരസ്ഥലത്തേക്കൊക്കെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രയാസം നമുക്ക് നേരിടേണ്ടി വരുമെന്നും, അതുപോലെ തന്നെ 12ാം ഭാവാധിപതി അഷ്ടമത്തിൽ വരുന്നതിനാൽ നമുക്ക് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുമെന്നും, അതുപോലെ തന്നെ സ്ഥാനഭ്രംശം ഉണ്ടാകുമെന്നും, അതുപോലെ തന്നെ കർമ്മശേഷി കുറയുമെന്നും ഒക്കെയുള്ള രാശിയാണ് കാണിക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണമൊക്കെ പാഴ്ചലമായിട്ട് വരാനൊക്കെയുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. മനസ്സിന് വിഷമങ്ങൾ, ദുഃഖങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ദോഷപരിഹാരമായിട്ട് ധനു രാശിക്കാർ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന വഴിപാടെന്ന് പറഞ്ഞാൽ 4ാം ഭാവത്തിൽ ശനി ഉള്ളതുകൊണ്ട് ശനീശ്വര പൂജ, നീലാഞ്ജന വിളക്ക്, ഹനുമാൻ സ്വാമി പൂജ, സുബ്രഹ്മണ്യ പൂജ, ഭദ്രകാളി ദേവിക്കുള്ള വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് യഥാശക്തിയായിട്ട് വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ ധനുരാശിയിൽ അഷ്ടമഭാവത്തിലേക്കുള്ള ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ടുള്ള ദുരിതങ്ങളെ നമുക്ക് ആ വിധം പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് മകരക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. മകരക്കൂറുകാർക്ക് ചൊവ്വ 4ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമാണ്. 11ാം ഭാവത്തെ കൊണ്ട് നമുക്ക് ലാഭം ചിന്തിക്കണം. 4ാം ഭാവം കൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കണം? ഗൃഹം, അതുപോലെ തന്നെ വാഹനം, അതുപോലെ തന്നെ ബന്ധുക്കൾ, അമ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിക്കേണ്ട ഒരു ഭാവമാണ് മകരക്കൂറുകാർക്ക്. മകരക്കൂറ് ചൊവ്വയുടെ ഉച്ച രാശിയും കൂടിയാണ്. അപ്പം മകരക്കൂറിലുള്ള ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തല വരുന്ന മകരക്കൂറുകാർക്ക് യാതൊരു കാരണവശാലും ദുരിതങ്ങൾ ഉണ്ടാകത്തില്ല ചൊവ്വയെ കൊണ്ട് എന്നാണ് പറയുന്നത്. ചൊവ്വ അവർക്ക് എപ്പോഴും അനുകൂല ഫലദായകനായിരിക്കും. എത്ര വലിയ കടബാധ്യത ഉണ്ടെങ്കിലും അത് തീർക്കുന്നതിനുള്ള വഴി തെളിഞ്ഞു വരും എന്ന ഒരു നക്ഷത്രക്കാരാണ് അവർ. കൂടുതൽ മാതൃ സ്നേഹമുള്ളവരായിരിക്കും. അമ്മമാരുടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നുള്ളവരായിരിക്കും. 4ാം ഭാവാധിപനായതുകൊണ്ട് വളരെയധികം ശൗര്യം, കോപം, മുൻകോപം, എടുത്തിയാട്ടമൊക്കെ ഉണ്ടായിരിക്കും. അവരെ തോൽപ്പിക്കാനൊന്നും പെട്ടെന്ന് പറ്റത്തില്ല. അവരെ കണ്ടു കഴിഞ്ഞാൽ വളരെ സൗമ്യരായിട്ട് തോന്നുമെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ നല്ല ശൗര്യവും, അതുപോലെ തന്നെ അവരേത് കാര്യത്തിനും ഇറങ്ങിപ്പുറപ്പെട്ടാൽ ജയിച്ചേ മുന്നിൽ വരുത്തുള്ളൂ എന്നുള്ള ഒരു രാശിക്കാരും കൂടിയാണ് മകരം. ഉച്ചരാശിയിൽ വരുന്ന ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തര നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് ഏറ്റവും ഫലസിദ്ധിയിലേക്ക് വരുന്ന, കാരണം ചൊവ്വയുടെ നോട്ടം ഇങ്ങോട്ടാണ്. ചൊവ്വയുടെ ദൃഷ്ടി അങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ആർക്കും പരാജയപ്പെടുത്താനൊക്കത്തില്ല. ശത്രുക്കളെല്ലാം കീഴടങ്ങും, കടബാധ്യത തീരാനുള്ള വഴിതെളിയും, സർവ്വൈശ്വര്യം ഉണ്ടാകും, സർവ്വഭാഗ്യം ഉണ്ടാകും എന്നുള്ളതാണ് മകരക്കൂറുകാരായിട്ടുള്ള നക്ഷത്രക്കാരെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് കുംഭക്കൂറിൽ വരുന്ന അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാർക്കും കർമാധിപനും 3ാം ഭാവാധിപനുമാണ് ചൊവ്വ. 6ാം ഭാവത്തിലേക്ക് മാറുന്നു. കർമാധിപതി 6ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ എന്തുണ്ടാകും? 6 ശത്രുസ്ഥാനത്തേക്ക് മാറുവാണ്. അപ്പോൾ കർമ്മപരമായിട്ടുള്ള പ്രയാസങ്ങൾ, തൊഴിൽ ഭാഗങ്ങളിലുണ്ടാകുന്ന ദുരിതങ്ങൾ, തൊഴിൽ നഷ്ടം, തൊഴിലിന് പോകാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ തന്നെ 3ാം ഭാവവും കൂടിയും വരുന്നതുകൊണ്ടും കർമാധിപതി നീചഭാവത്തിൽ പോകുന്നതുകൊണ്ടും ലഹരിപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ഇതുണ്ടാകാനും രോഗാരിഷ്ടതകൾ വർദ്ധിക്കാനും മുറിവ് ചതവുകളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യത കുംഭൻ രാശിക്കാർക്ക് ഇപ്പോൾ പറയുന്നുണ്ട്. നെഗറ്റീവാണ്. നെഗറ്റീവ് പറയാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ, എങ്കിലും പോലും നെഗറ്റീവ് പറയാതിരിക്കാനൊക്കത്തില്ല. കുംഭത്തിന് 3ാം ഭാവാധിപൻ സഹോദരസ്ഥാനമാണ്. 3ാം ഭാവാധിപനെ ബലം പറയണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നീചത്തിലോട്ടുള്ള മാറ്റമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് പറയേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ കുംഭരാശിക്കാർക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓജരാശിയാണ്. സുബ്രഹ്മണ്യ ഭജനമാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഓം വജദ്ഭുവേ നമഃ എന്ന് പറയുന്ന മന്ത്രം ജപിക്കുക, നാരങ്ങാമാല ചാർത്തുക. അതുപോലെ തന്നെ ഗൃഹത്തിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ടിന്നിനകത്ത് സുബ്രഹ്മണ്യ സ്വാമിയെ സങ്കല്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഒരു നാണയം തലയ്ക്കൊക്കെ ഒഴിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു അനുകൂല ഭാവം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക. ചെറിയ ദോഷം പറയുന്നുണ്ട് കുംഭക്കൂറുകാർക്ക്. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് വരുന്ന മീനക്കൂറിലേക്കാണ് വരുന്നത്. മീനക്കൂറുകാർക്ക് 2ാം ഭാവാധിപനും ഭാഗ്യാധിപനും കൂടിയാണ് 5ാം ഭാവത്തിലേക്ക് നീചത്തിലേക്ക് മാറുന്നത്. അപ്പോൾ 9ാം ഭാവാധിപത്യമുള്ള ആളും 2ാം ഭാവം ധനത്തിൻ്റെ അധിപനുമായിട്ടുള്ള മീനക്കൂറുകാരുടെ ധനത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. ഇവർക്ക് എപ്പോഴും കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞ് മാറുന്നതിനെക്കുറിച്ചുള്ള ടെൻഷൻ കൂടുതലായിട്ടുള്ളവരും അതുപോലെ തന്നെ എടുത്തുചാട്ടം കൂടുതലുള്ളവർക്കും പെട്ടെന്ന് കോപം വരുന്ന രാശിക്കാരുമാണ്. കാരണം 2ാം ഭാവാധിപനും 9ാം ഭാവമായിട്ടുള്ള ചൊവ്വയാണ്. നമ്മുടെ മുന്നിൽ എപ്പോഴും ചൊവ്വയുടെ ഒരു ബലം ഉള്ളതുകൊണ്ട് വീണ്ടും വിചാരമില്ലാത്ത പ്രവർത്തനങ്ങൾ, എടുത്തുചാട്ടങ്ങളൊക്കെ കൂടുതലായിട്ട് വരാനും അങ്ങനെയൊക്കെയുള്ള ഭാവം കൊണ്ട് ധനനഷ്ടം കൂടുതലായിട്ട് വരുന്ന ഒരു നക്ഷത്രക്കാരാണ്. ചൊവ്വയുടെ ഈ വിഷയം കൊണ്ട് ധനനാശമാണ് പറയുന്നത്. സ്ഥാനഭ്രംശം, ധനനഷ്ടം, പിന്നെ എവിടെയും തോറ്റുകൊടുക്കാൻ മടിയില്ലാത്ത, തോറ്റുകൊടുക്കുന്നതിന് യാതൊരുവിധ
കോംപ്രമൈസും ചെയ്യാത്ത ഒരു നക്ഷത്രക്കാരായിട്ട് പറയേണ്ട പൂരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഇങ്ങനൊരു വിഷയം വരുന്നുണ്ട്. ചൊവ്വയുടെ ഒരു സ്ഥാനം 5-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. നീചഭാവത്തിലായതുകൊണ്ടും മനക്ലേശം, സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങൾ, അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കേസ് വഴക്ക് പ്രശ്നങ്ങളൊക്കെ പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ പോയി എന്തെങ്കിലുമൊക്കെ ആപത്തുകളിൽ പെടാനൊക്കെ ചില സാധ്യതകൾ പറയുന്നുണ്ട്. പിന്നെ ഭാഗ്യാധിപനും കൂടിയാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഭാഗ്യത്തിനെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് മീനക്കൂറുകാരായിട്ടുള്ളവർ ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ ചുമന്ന പൂക്കൾ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. കുരുതി പുഷ്പാഞ്ജലി എന്ന് പറയും, നമ്മൾ നീളമൊക്കെ കലക്കിക്കൊണ്ടുള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. കുരുതി പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തു കഴിഞ്ഞ് ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ ചാന്താട്ടം പോലുള്ള വഴിപാടുകൾ, ഭദ്രകാളി ദേവീക്ഷേത്ര ദർശനങ്ങളൊക്കെ ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞ് മാറും. ഭാഗ്യാധിപൻ നീചത്തിലേക്ക് മാറുമ്പോഴത്തേക്കിന് ഭാഗ്യം കൊണ്ടുണ്ടാകേണ്ട പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വരും. അപ്പം നമ്മളെപ്പോഴും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങളൊക്കെയാണ്. ഈ ചൊവ്വ നീചഭാവത്തിൽ പോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള തൊഴിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നിയുമായി ബന്ധപ്പെട്ട് ഏത് തൊഴിൽ ചെയ്യുന്നു നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും. തീയുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് വർക്കുകൾ അതിനെ കൂട്ടാം. പെട്ടെന്നൊരു കോൾ വന്നിട്ടുണ്ട്. അപ്പം മീനക്കൂറുകാർ ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ചൊവ്വ 63 ദിവസത്തോളം നമുക്ക് കർക്കിടക രാശിയിലുണ്ടാവും. വേണ്ട പരിഹാരങ്ങൾ നോക്കി ചെയ്യുക. നന്ദി, നമസ്കാരം.